Hi, hello, and welcome back to my YouTube channel. Today I am going to crack one of my biggest fears. എനിക്ക് കോഫി കുടിക്കാൻ പറ്റത്തില്ലേ? കോഫി കുടിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് കോഫി കുടിച്ചാൽ എനിക്ക് എന്തോ ഒരു അലർജി പോലെയാ. എനിക്ക് കോഫിയുടെ മണം അടിക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദന വരും. എനിക്കിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി പോലെ നിൽക്കും. വോമിറ്റ് ചെയ്യണ്ട, പക്ഷെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ നിൽക്കും. അതെനിക്ക് കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കും. എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ കേട്ടോ, കോഫി കുടിക്കാൻ പറ്റത്തില്ല. അതേപോലെ എനിക്കും. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കോഫി ഞാൻ ആഡ് ചെയ്യും ചോക്ലേറ്റ് കേക്കിൽ. ആ സമയത്ത് മൂക്കൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെയാ ഒഴിക്കുക. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ് കുറേ നാളായിട്ട് എനിക്കൊരു കോഫി കുടിക്കണം എന്ന്. എനിക്ക് ചൂടായിട്ടുള്ള കോഫിയൊന്നും വേണ്ട, എനിക്ക് തണുത്തിട്ടിരിക്കുന്ന ലൈക്ക് കോൾഡ് കോഫി പോലെ എന്തെങ്കിലും ഒരു സാധനം. എനിക്ക് കോഫീസിന്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല, കാരണം എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് ഇതുവരെ ഞാനത് നോക്കിയിട്ടുമില്ല. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനിന്ന് കോഫി കുടിക്കാൻ പോവാണ്. യൂഷ്വലി എനിക്ക് ഈ കോഫിയുടെ മണം അടിക്കുമ്പോൾ അന്നത്തെ എൻ്റെ ഫുൾ ഡേയും എനിക്കിങ്ങനെ പോക്കാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് കോഫി കുടിക്കാൻ കുറച്ച് ടെൻഷനുണ്ടേ. പക്ഷെ ഇന്ന് എനിക്കത് ക്രാക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് ഞാൻ വന്നിരിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊരു കോൾഡ് കോഫി പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഇന്നത് കുടിച്ചിട്ട് എന്താ പറ്റുകയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ശാസ്തമംഗലം വെള്ളയമ്പലം മാ കഫേ, അവിടെ വന്നേക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കോഫി കുടിക്കാന്ന് ആലോചിച്ചപ്പോൾ അടുത്തുള്ള എവിടെയെങ്കിലും നോക്കാം, വയ്യാണ്ടാവുകയാണെങ്കിലേ വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പ്ലേസാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഇവിടെ വന്നതാണ്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, പഴയ ഒരു വീട് പോലത്തെ സെറ്റപ്പാണ്. വീട് അവർ കഫേ ആയിട്ട് എടുത്തേക്കുവാണ്. വീട് ഇതിൽ കാണുന്നില്ലേ, ഇതുപോലെ നല്ല രസമുണ്ടല്ലേ. ഈ സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ ആക്ച്വലി കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീമാണ് പറഞ്ഞത്. എനിക്കിതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന് അറിയത്തില്ല. ഐസ്ക്രീം ഇട്ടിട്ടാണോ തരുന്നത് അതോ ഇല്ലാണ്ടാണോ എന്ന് ഞാൻ ഇവിടുത്തെ പയ്യനോട് ചോദിച്ചു. ഏതാ നല്ലതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം കുടിക്കുവാണ്, അപ്പോൾ എങ്ങനെയാണോ അങ്ങനെ. അപ്പോൾ പറഞ്ഞു ഐസ്ക്രീം ഉള്ളതാ ടേസ്റ്റ് എന്ന്. അങ്ങനെ ഞാൻ ഐസ്ക്രീം ഉള്ളത് മേടിച്ചത്. മണ്ണൊക്കെ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തോ ഒരുമാതിരി ഇങ്ങനെ തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ, കുടിച്ചു നോക്കാം. ഒരു കോപ്പിക്കോടൊക്കെ ഒരു ടേസ്റ്റ്. എനിക്ക് കോപ്പിക്കോ ഇഷ്ടമാണ്. കോപ്പിക്കോ എനിക്ക് കഴിക്കാൻ പറ്റും, ചോക്ലേറ്റിൻ്റെ അതെനിക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ കാപ്പി കുടിക്കാൻ പറ്റില്ല, അതാണ്. ഒരു സിപ്പ് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഐസ്ക്രീം ഉള്ളത് കൊണ്ടാണ് അത്രയും അറിയാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഐസ്ക്രീം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി, ഐസ്ക്രീം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മൊത്തം കിളിയും പറന്നിരിക്കുവാണ്. അതായത് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷൻ കാരണം കിളിയെല്ലാം പറഞ്ഞിട്ടേ ഞാനിങ്ങനെ ഇരിക്കുകയാണ്.
എനിക്ക് തോന്നുന്നു ഇതെനിക്ക് കുടിക്കാൻ പറ്റും, കുഴപ്പമില്ലാന്ന്. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമായിരിക്കും. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കോൾഡ് കോഫി കുടിക്കുന്നത്. സോ ഐ ക്രാക്ഡ് വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഫിയേഴ്സ്. ഇനി എന്തെല്ലാം കിടക്കുന്നു. എൻ്റെ ഈ പ്രോബ്ലം അറിയാവുന്നത് കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞതാണ്, എടാ ജസ്റ്റ് ഒരു സിപ്പ് കുടിച്ചാൽ മതി, പേരിന് വേണ്ടി മാത്രം കുടിക്ക്, ഫുൾ കുടിക്കാതെ വയ്യാണ്ടാവും എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞില്ല, പറ്റത്തില്ല, ഫുള്ളും കുടിക്കും. കാരണം എനിക്കിത് ഫുള്ളും കുടിച്ച് നോക്കണം, കുടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് വെച്ചിട്ടേ ഞാനിങ്ങനെ പറഞ്ഞ് ചെറിയ കുഴപ്പം പോലെ. അതായത് ഇല്ല, എൻ്റെ തോന്നലായിരിക്കും. ലെറ്റ് മീ ഫിനിഷ് ദിസ്. അതായത് എനിക്കെന്താ തോന്നുന്നതെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്കിതിൽ തലവേദന വന്നിട്ടില്ല ഇതുവരെയായിട്ടും, പക്ഷെ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായി. പിന്നെ ആരോഗ്യം പോയി, അതാണ്. സന്തോഷമായി സന്തോഷമായി. ഇപ്പൊ എന്ത് മനസ്സിലായി? എനിക്കിത് കുടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. യൂഷ്വലി ഞാനിപ്പോൾ ഈ കോസ്റ്റ കോഫിയിലൊക്കെ പോയിരുന്നാലും, അതായത് ഒന്നും കഴിക്കണ്ട, പക്ഷെ അതിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഈ കോഫിയുടെ ഒരു മണം ഉണ്ടല്ലോ, ആ സാധനം അടിച്ചാൽ തന്നെ എനിക്ക് വയ്യാണ്ടാവും, എനിക്കൊരു മാതിരി വരും. എൻ്റെ അമ്മേ, ഞാനിങ്ങനെ വീട്ടിൽ പോവും. അപ്പോൾ അത്രയും കോഫിയുടെ മണം പറ്റാത്ത ഒരാളാണ് ഞാൻ. സോ എനിക്ക് ചൂടായിട്ടുള്ള എന്തെങ്കിലും കുടിക്കാനൊരിത്, എന്നാൽ ഇനി കൂടുതൽ വയ്യാണ്ടാവോ, എന്നാൽ അതിൽ ഭയങ്കരമായിട്ട് കോഫിയുടെ ഒരു അരോമ, എല്ലാവർക്കും അത് അരോമയാണ്, പക്ഷെ എനിക്കത് ഭയങ്കര സ്മെല്ലാണ്. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് വരുമല്ലോ, കോഫിയിൽ അത് ഭയങ്കരമായിട്ട് ചേർക്കുമല്ലോ. അപ്പോൾ കോൾഡ് കോഫിയൊക്കെ ആകുമ്പോൾ ഒരു മിൽക്ക് ഷേക്ക് പോലെ ഇരിക്കുന്ന ഒരു സാധനമല്ലേ, കുറച്ച് ലൈറ്റ് ആയിരിക്കുമല്ലോ എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ കോൾഡ് കോഫി തന്നെ പറഞ്ഞത്. പക്ഷേ എനിക്കിത് സെറ്റാവില്ല മക്കളെ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി. ഒരു മിനിറ്റ്, ഞാൻ പോയി വായൊക്കെ കഴുകിയിട്ട് വരാം, എനിക്ക് കോഫിയുടെ മണം അടിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ വേറൊരാളെയും ഇതുവരെ കണ്ടിട്ടില്ല കോഫി കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ കോഫിയുടെ സ്മെല്ല് പറ്റില്ല, അലർജിക് ആണ് എന്ന് പറയുന്ന ഒരാളെയും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് പറ്റില്ല,
അതല്ലാണ്ട് വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന എല്ലാ മനുഷ്യർക്കും കോഫി ഭയങ്കര ഇഷ്ടമാണ്. കോഫി എന്ന് വെച്ചാൽ ഏത് രാത്രി കൊടുത്താലും കോഫി കുടിച്ചോളൂ എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നെ പോലെ കോഫി കുടിക്കാൻ പറ്റാത്ത, കോഫിയുടെ മണം പറ്റാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സമാധാനത്തിന് ഒന്ന് വന്ന് കമൻസിൽ പറയണേ. ഞാൻ മാത്രമല്ല ഈ ലോകത്ത് ഇങ്ങനെ എന്നുള്ളത്, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി. സോ ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അളന്നളന്ന് വീട്ടിൽ പോട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഈ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ ഫേസ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് നമ്മൾ ഫേസ് ചെയ്തു കഴിഞ്ഞു. വീട്ടിൽ പോവാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.